യാമിക്കുട്ടി കണ്ണൂർ ബാഗ് ഉണ്ടാക്കിയിരിക്കണ ദീദിന്റെ പോലെ. മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ട് 2 മണിക്കൊക്കെ കിടന്നു. പക്ഷെ മൈലാഞ്ചി പണി യാമിക്കുട്ടി ഞാനും തട്ടിക്കൊണ്ടുപോകുന്നു പറയട്ടോ. അപ്പോൾ പോകുമ്പോ യാമിക്കുട്ടിക്കുള്ള പെരുന്നാൾ പൈസ കൊടുത്താൽ അത്ര. യാമിക്കുട്ടി നീക്കുമ്പോഴത്തേയും റെഡിയാക്കുന്നു. ലൈറ്റ് 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 ലൈറ്റ്. New Year. Happy New Year. Happy Eid Mubarak. Happy Eid. Eid Mubarak. Mubarak. നമ്മളെ ഒരു മാസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളെ പെരുന്നാൾ എത്തി. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ഇനി പള്ളിയിലൊക്കെ പോയി കേട്ടോ. ഈ വീഡിയോ വരുമ്പോഴത്തേനും പെരുന്നാൾ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇന്ന് എന്തായാലും പെരുന്നാളാണ്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. എൻ്റെ പ്രധാന പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ല രാത്രിയെ വീടൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അതുപോലെ ബീഫൊക്കെ മസാല സെറ്റാക്കി വെച്ച് മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ട് 2 മണിക്കൊക്കെ കിടന്നു. പക്ഷേ മൈലാഞ്ചി പണി പറ്റിച്ചു. നഖം നല്ല ചോദിട്ടോ. പിന്നെ ഇപ്പോൾ രാവിലെ എന്ന് വെച്ചാൽ മുറ്റൊക്കെ 4 പേർ അടിച്ചു വരും. നോമ്പിന് 30 ദിവസം ഞാൻ അടിച്ചു വരിട്ടില്ല കേട്ടോ. ഇക്ക ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കളയും, അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന് ഫുള്ള് അടിച്ചു വാരി അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതാ. കുളിച്ച് ഞാനുള്ള പുതിയ ഡ്രസ്സ് ആദ്യം കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു പ്രിൻറ്റും നല്ലൊരു സമ്മർ മെറ്റീരിയൽ, നല്ല കോട്ടൺ. എന്നിട്ട് അതിൻ്റെ കഴുത്തിന് ഞാൻ ഞെറിവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രാവശ്യം വീനൊക്കെ മാറ്റിപ്പിടിച്ച് റൗണ്ടിനൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഫുൾ സ്ലീവും പിന്നെ എലാസ്റ്റിക് തിരടുന്ന മോഡലൊക്കെ തന്നെ. ചെറിയ മാറ്റങ്ങൾ. പിന്നെ പുള്ളിയിലും കളറിലൊക്കെ നമുക്ക് വ്യത്യാസം കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്രാവശ്യം ഞാൻ ഈദിൻ്റെ റീത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എൻ്റെ ഷെഫ് കൂട്ടനാണ് എനിക്ക് എഴുതി തരാറ് ഈദ് മുബാറക്കൊക്കെ. എനിക്ക് നോക്കി എഴുതാനൊക്കെ പറ്റും. പിന്നെ നാളെയാണ് പെരുന്നാളെങ്കിൽ ഞാൻ എങ്ങനെയും ഒപ്പിച്ചിരുന്നു. ഇന്ന് പെട്ടെന്നല്ലേ പെരുന്നാളായത്. അപ്പം ഞാൻ അതവിടെ വെച്ചു. അങ്ങനെ എല്ലാതും അങ്ങനെ പെർഫെക്ഷൻ ആവണം അങ്ങനെയൊന്നുമില്ല. പറ്റില്ല അത്രേ ഉള്ളൂ. അപ്പോൾ ഷെഫ് കൂട്ടനില്ലാത്ത ആദ്യത്തെ പെരുന്നാളാണ്. അതുപോലെ എൻ്റെ ബുബുക്കുട്ടം ഇല്ലാത്ത പെരുന്നാളാണ്. ബുബുക്കുട്ടം പോയിട്ട് 8 മാസം കഴിഞ്ഞു. ഷെഫ് കുട്ടം പോയിട്ട് 6 മാസം കഴിഞ്ഞു. അപ്പം ഇന്ന് അങ്ങനത്തെ ഒക്കെ ഒരു പെരുന്നാളാണ്. അപ്പം ഇന്നത്തെ പെരുന്നാൾ വിശേഷമൊക്കെ കാണാം കേട്ടോ. അപ്പം അതിൽ കുറ്റിടണം എന്നാണ് ഇക്ക പറയുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാമിക്കുട്ടി ഞാനും തട്ടിക്കൊണ്ടുപോകുന്നു പറയും. യാമിക്കുട്ടി എല്ലാം ഉറക്കത്തിലാട്ടോ. ഇക്ക പള്ളിയിലും പോയി. ഞങ്ങൾ കഴിഞ്ഞ ചെറിയ പെരുന്നാളിൻ്റെ ഫാമിലി പിക്ക് ബുബുക്കുട്ടനും ഷെഫ് കുട്ടനും ഒക്കെ ഉള്ളൊരു പെരുന്നാൾ ഫോട്ടോ. അപ്പോൾ വീടൊരുങ്ങി ഞാനൊരുങ്ങി ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ആരൊക്കെയോ ഇരുമ്പാറക്കൊക്കെ അയച്ചിട്ടുണ്ടോ. ഒന്നൊക്കെ നോക്കാൻ നേരം കിട്ടിയിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിരുന്ന സമയം അങ്ങനെ പോകുന്നില്ല. 2.5 മണിക്കാണ് ഉറങ്ങിയിരിക്കുന്നത്. നമ്മളെ കണ്ണൂർ കിച്ചൻ്റെ ബീഫ് മന്തി ഏറ്റവും ഉണ്ടാക്കുന്നത്. അത് അതിനുള്ള ബീഫ് ഞാൻ നല്ല രാത്രി മസാല ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ റൈസ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ കണ്ണൂർ കിച്ചൻ്റെ നല്ലൊരു പായസം കണ്ടില്ല, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ പായസം ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടൊരു 2 മണിക്കൂർ കുതിർത്ത നല്ല കുതിരെന്ന് പറയുന്നത് കുതിർന്നിട്ടില്ല. എന്താവും പിന്നെ വീഡിയോ ഒക്കെ ഓഫാക്കിയിട്ട് വേഗം പായസം ഉണ്ടാക്കട്ടെ കേട്ടോ. വേറെ സ്വീറ്റ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കിയിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നാവുകൊണ്ട്. അപ്പം ഞാരേലും വന്നാൽ കൊടുക്കാൻ പായസം. യാമിക്കുട്ടി നീക്കുമ്പോഴത്തേനും റെഡിയാക്കും. ഇപ്പൊ വരുമ്പത്തിനേ കുളിച്ച് റെഡി ആവണ്ടേ, നമുക്ക് സുന്ദരിയാവണ്ടേ. ഡ്രസ്സ് ഉണ്ട്, നമ്മളെ പോലത്തെ ഡ്രസ്സ് ഉണ്ട്. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയില്ലേ ഡ്രസ്സ്. കുളിച്ചിട്ട് എല്ലാവരോടും ഈദ് മുബാറക് പറയല്ലേ. ആ പോയിക്കല്ലേ പപ്പ വന്നിക്ക വരി. ഇത് അവിടെ ഒരാൾ കാത്തിക്കുണ്ട്. ഹാപ്പി ഈദ് മുബാറക്. ഹാപ്പി ഈദ് മുബാറക്. വാവ്, അടിപൊളി. സെയിമ ഐറ്റംസ് ഒക്കെ ഉണ്ട് പെരുന്നാളായിട്ട്. പായസമൊക്കെ റെഡിയായി. അമ്മക്കുട്ടിനെ കൊണ്ട് പുറത്തു പോയിട്ട് എന്റെ മന്തിന്റെ ബാക്കി അവസാന സ്റ്റെപ്പാണ്. പിന്നെ ചുണ്ടി മാങ്ങച്ചാറിനൊക്കെ വേണ്ടി മാങ്ങ മുട്ടയിട്ടിട്ടുണ്ട്. ഇത് ഉപ്പൊക്കെ പെരുത്തി വെച്ചിട്ടാണ്. ജസ്റ്റ് കടുവറുത്താൻ മുളകുപൊടി മഞ്ഞൾപ്പൊടി ഇടാ. ഈ മാങ്ങ ഇട്ടിട്ട് കിലോക്കാക്കാം. അതാണ് ജസ്റ്റ്. അപ്പോൾ നമ്മൾ പെരുന്നാൾ മന്തി റെഡിയായി, പെരുന്നാൾ പായസം റെഡിയായി, പിന്നെ പെരുന്നാൾ മാങ്ങച്ചാറ് റെഡിയായി. ഞങ്ങൾ മന്തിൻ്റെ കൂടെ മാങ്ങച്ചാർ കേട്ടോ. നല്ല എരിവുള്ള മാങ്ങച്ചാർ. ഞാൻ ഹോട്ടലിൽ പോയി വരെ മന്തിക്ക് അച്ചാർ വയ്ക്കും. കാരണം അവിടെ ഒന്നും അച്ചാർ കിട്ടൂലല്ലോ. അല്ല ഞാൻ എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. മയോണൈസ് കഴിക്കുന്ന ഇഷ്ടമല്ല. ഞങ്ങൾ ഫോട്ടോ സെക്ഷനായി നിങ്ങൾ ഇരുണ്ടുപോയി. വലിയൊരു എന്താ ഈ സമയത്തൊരു എന്തോ അമ്മിന്റെ പെരുന്നാൾ ഡ്രസ്സാ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത പെരുന്നാൾ ഡ്രസ്സ്. പെരുന്നാൾ ചിപ്സ് യാമിക്കുട്ടി എന്റെ സങ്കടപ്പെടേണ്ട സുന്ദരിക്കുട്ടി ഇരിക്കണല്ലേ.
മെച്ചി പറഞ്ഞു യാമിക്കുട്ടിനോട് ഫോട്ടോ എടുക്കാനേ. യാമിക്കുട്ടിക്ക് ഫോട്ടോ എടുക്കാനൊരു മൊട. എന്നാ ഫോട്ടോ വേണ്ട, നമുക്ക് ചോറ് കഴിക്കട്ടാ. ഞങ്ങളിതാ മന്തി കഴിക്കാൻ പോവാണേ. ഓ വഴിന്ന് തിന്നു നോക്കുണ്ടോ? അവൾക്ക് നമ്മളൊന്നും വരാനും എഴുവില്ല. പായസം കുടിക്കാൻ ധൃതിയായിക്ക. അധികം വിഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല കണ്ണൂർ കിച്ചന്റെ നല്ല ബീഫ് മന്തി ഉണ്ട്, സ്പെഷ്യൽ അച്ചാറുണ്ട്, പിന്നെ നല്ല പായസം. എന്ത് പായസമാണിത്? കണ്ണൂർ കിച്ചന്റെ പായസം. രാമിക്കുട്ടി ഇതാ ഇവിടെ തീറ്റയും തുടങ്ങി. ഞങ്ങളൊന്നും കാത്തിക്കാൻ. രാമിക്കുട്ടി മന്തിയും പായസാട്ടോ കഴിക്കണ്. കഴിക്കാൻ നമുക്ക് മന്തി അടിപൊളിയാട്ടോ. ഒരു രക്ഷയില്ല. സൂപ്പർ മന്തിയാ. സൂപ്പറാ മന്തി. ഓക്കെ, താങ്ക് യു. ഗുഡ്. ഫോട്ടോഷൂട്ട് കഴിഞ്ഞിക്ക പള്ളിക്ക് പോകാൻ തിരക്കിട്ട് പോവാണ്. തിരക്കിട്ട് ഓടിപ്പോയിക്കോളി. ദിവസം പെരുന്നാളാകുമ്പോ നമുക്ക് രണ്ട് ഇതുണ്ടാവില്ലേ? കൊളത്തിട് കുപ്പായത്തിന്റെ ഇതാണ് യാമിക്കുട്ടിന്റെ ഡ്രസ്സ്. ഇവിടെ ഇങ്ങനെ ഒരു ബോ വെച്ചിട്ടുണ്ട്. ഇവിടെ 2 ബട്ടൺ. കട്ടിംഗ് ഒന്നും ഇല്ലാത്ത സിമ്പിൾ ഒരു ഫ്രോക്കാണ്. പുള്ളിക്ക് ആ ഇല പറിച്ചിട്ടോ. നമുക്ക് ഉറങ്ങാൻ പോവാട്ടോ. ആ ബാഗ് ഉള്ളിൽ പോയിട്ടുണ്ടാക്കും. ദീദി ഉണ്ടാക്കണ കണ്ണൂർ ബാഗ് ഉണ്ടാക്കി. ഇനി പോയെന്ന് ഉറങ്ങട്ടെ. പെരുന്നാളിന് നല്ല ക്ഷീണാക്കാരല്ലേ. രാത്രി നമ്മൾ ഉറങ്ങാൻ വൈകും, രാവിലെ നേരത്തെ നീക്കും. ഞാൻ പറയാം 3 മണിക്ക് കഴിക്കണമെന്നല്ലോ ഉറങ്ങിയപ്പോ. രാവിലെ 5:45 നീക്കും ചെയ്തു. കല്യാണം കഴിഞ്ഞ സമയങ്ങളിൽ നമ്മളൊരു മരുമോളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെരുന്നാളുകൾ നല്ല രസകാരം. കാരണം നമ്മളെ വീട്ടിലേക്ക് വിരുന്നു പോകാൻ കൊതിയായിട്ട് നിൽക്കുക കാര്യം. അങ്ങനെയൊക്കെ അല്ലേ കാര്യം. അതേപോലെ ഇനിയിപ്പോ ഞങ്ങൾക്ക് പെരുന്നാളിന് പ്രത്യേകം ഒരു ഇത് തോന്നണമെങ്കിൽ മരുമോൾ ഇങ്ങോട്ട് വരണം. അപ്പൊ മരുമോളെ വിരുന്നു പോക്കും ഓലൊരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ കൂടെ ആകുമ്പോ നല്ല രസകാരം. മരുമോളെ വിളിക്കാൻ ഓല് ഇങ്ങോട്ട് വരും. അതൊക്കെ നല്ലൊരു രസകാരാണ്. ഇനി ഇവിടെ പെരുന്നാൾ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം അങ്ങനത്തെ പെരുന്നാൾ ആൾക്കാരും അങ്ങനെ ആവട്ടെ. ഇപ്പത്തെ പെരുന്നാൾ ഞാൻ സുഖമായിട്ടൊന്നുകൊണ്ട് ഉറങ്ങും കേട്ടോ. ഉറങ്ങി വെച്ചിട്ട് വൈകുന്നേരം ഉമ്മാന്റെ അടുക്കൊക്കെ പോകും. ഇന്ന് ചിലപ്പോൾ ഉമ്മച്ചി വരും കേട്ടോ. ഉമ്മച്ചി ഉണ്ടെങ്കിൽ ഉമ്മച്ചിനെ കൂട്ടി. കാരണം ഉമ്മച്ചിന്റെ നാടാണല്ലോ. ഉമ്മച്ചിക്ക് പെരുന്നാൾക്ക് വിരുന്നേരാനുള്ള നാടാണിത്. കാരണം ഉമ്മച്ചിന്റെ വീടാണ് ഇവിടെ ഉള്ളത്. ആ ബാഗ് ഇതാ യാമിക്കുട്ടി കണ്ണൂർ ബാഗ് ഉണ്ടാക്കിയിരിക്കണ് ദീദിന്റെ പോലെ. അങ്ങനെ ഉമ്മച്ചി എത്തിയിട്ടുണ്ട്. നിങ്ങളിവിടെ ഉറങ്ങായിരുന്നു? കിളിനെ കൊണ്ട് ഉണർത്തിപ്പിക്കുള്ള പരിപാടി. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ പെരുന്നാൾ കൂട്ടണം മുമ്പിൽ. പെരുന്നാൾ കളി, പെരുന്നാൾ നിസ്കാരം. അങ്ങനെ ഉമ്മച്ചി ഞാമിക്കുട്ടി ഞങ്ങളെല്ലാവരും സുഖമായിട്ട് ഉറങ്ങി. ടെക്കി ഉറങ്ങി. എല്ലാവരും ഉറങ്ങി എണീറ്റ്. ഉറക്കമൊക്കെ തീർന്നു കേട്ടോ. സമയം 5 മണിയാവാനായിട്ട്. ഇനി ഒരു കട്ടനൊക്കെ കുടിച്ചു. ഇതിൻ്റെ മുമ്പ് ഞങ്ങൾ പായസം കുടിച്ചിട്ടോ. ആ പായസം രസം കിട്ടോ. പക്ഷെ ഈത്തപ്പാട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ഉമ്മമ്മൻ്റെ അടുക്കൊക്കെ പോവുകയാണല്ലോ അല്ലേ അമ്മയെ? ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു എന്ത് ചെയ്യുമ്പോഴും പെരുന്നാൾ മുങ്ങി കൂട്ടണമെന്ന്. എല്ലാം പെരുന്നാളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പെരുന്നാൾ ഉമ്മാനെ കാണാൻ വേണ്ടി പോവാണ്. അല്ല, ഉമ്മാനെ പെരുന്നാൾ കാണൽ കാണാൻ പോവാണ് അല്ലേ? പെരുന്നാൾ പൈസ 2 ദിവസം പട്ടാൻ വീട്ടിലിരുന്നു കേട്ടോ. അപ്പോൾ പോകുമ്പോ അമ്മക്കുട്ടിക്കുള്ള പെരുന്നാൾ പൈസ കൊടുത്താൽ അത്ര പൈസ ദീദിന്റെ വക. ദീദിയുടെ വകയിട്ടോ. മിഠായിയൊക്കെ മേടിക്കാനാണ് പൈസ. ചോക്ലേറ്റ് ഓക്കെ. പൈസ കിട്ടിയോ? ബാഗ് വേണോ? രാമ കൊടുക്കുമ്പോ മന കാണാൻ പോവാ. ബാഗ് വേണം. സാധനമൊന്നും കാണുന്നില്ല. ഒന്നും വേണമെന്നൊന്നുമില്ല. ബാഗായാ മതി. നോമ്പൊക്കെ കഴിഞ്ഞുള്ള യാത്രകളാണ്. അത് നേരത്തെ കൂടി നോമ്പറക്കാനുള്ള അതിൻ്റെ ഒരു തിരക്കാക്കാറുണ്ട്. ആ മാമിന് സൈക്കിൾ വണ്ടി ഉണ്ട്. ഉമ്മച്ചിന്റെ നാട് തന്നെയാണ് ഇവിടെ. അപ്പൊ ഉമ്മച്ചി പഴയ ഓർമ്മ പുതുക്കാൻ ഇന്ന് പെരുന്നാൾ വരുന്നതാണല്ലേ ഉമ്മച്ചിയെ? വേഗം ധരിക്കണോ? ഓക്കെ. എല്ലാരും വിരുന്നോളെ തിരക്കുകളിൽ എല്ലാരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഉമ്മമാനെ കാണാൻ പോവുക.
നസീറത്തെ ഏറാമ്പറത്ത് കൂടെയാണ് ഞങ്ങൾ വരുന്നത്. എന്നാല് അത് നമ്മള് പെരുന്നാൾ കഴിഞ്ഞ കോസ്റ്റ്യൂമാണത്. ഇമ്മ ഞങ്ങളെ ഉള്ളിലേക്കൊന്നല്ല വിളിക്കണത്. ഇമ്മാക്ക് കാഴ്ചകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടേ ഉമ്മാന്റെ മുളക് തയ്യ്, ഉമ്മാന്റെ ചെമ്പരത്തി പൂവ്, നിങ്ങൾ ഞങ്ങളെ ഉള്ളിലേക്ക് ക്ഷണിക്കുകളേ. ചീനമുളക് നസീർത്ത പെരുന്നാൾ വെള്ളം കലക്കണ്. നസീർത്ത് ഇപ്പൊ ഇങ്ങോട്ട് വിരുന്ന് വന്ന് നിക്കുക. എന്നിട്ടിപ്പോ ഞങ്ങൾക്ക് വെള്ളം കലക്കാൻ നിക്കുക. കലക്കുക അല്ല ഇമ്മ വേറെ പ്രധാനപ്പെട്ട സാധനം എടുക്കാൻ പോയതാ. പഴം നാരങ്ങ വെള്ളം. നല്ല അല്ല ഈ ചൂടിന് നന്നു. ഇത് ആരാ വണ്ടിയാ ഇമ്മ ഇപ്പൊ ടേബിളൊക്കെ പാകം നിരത്തു പഴം വെള്ളവും. അമ്മായിനെ കാണാൻ പോകും. അമ്മായി നമ്മളോട് വരുമ്പോ ഞങ്ങൾ പറയും ചെയ്തിരിക്കുന്നു ഞങ്ങൾ തിരിച്ചു വരുന്നത് തരാണ്. ഇൻകുലാം സിന്ദാബാദ്, ഇൻകുലാം സിന്ദാബാദ്. പഞ്ചായത്ത് 1, 2, 3, 4 കപ്പിങ് ആവും അല്ലേ? അമ്മായിന്റെ വീട് മീമി അപ്പഴത്തിന് അവിടെ നിന്നല്ലോ. മുളക് ബജി കണ്ടപ്പോ അവിടെ നിന്ന രണ്ടാളും മുളക് ബജിന്റെ ആൾക്കാരാണോ. ഞാൻ അപ്പുറത്ത് പോയി പോയത് കണ്ടിട്ടുണ്ട്. അമ്മായി മറ്റേ ബെറ്റിയും മുറുക്കാൻ ഇതൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. വെറ്റിലെ പറ്റി ഒന്ന് മുറുക്കളെ ഞമ്മക്ക് കൊറേ ദിവസങ്ങൾ മുറുക്കിയിട്ട്. അമ്മായിന്റെ വക നല്ല ആരെടുത്ത കൽത്തപ്പം ഇക്കാന്റെ ഇപ്പാന്റെ പെങ്ങളാണ് കേട്ടോ ഈ അമ്മായി. ഇപ്പാക്ക് ഒരേ ഒരു പെങ്ങൾ തന്നെ ഉള്ളൂ. പിന്നെ ഉണ്ടല്ലോ എൻ്റെ ഉമ്മച്ചിന്റെ അമ്മാവന്റെ മോനാണ് ഇപ്പ. അതുപോലെ തന്നെ എൻ്റെ ഉമ്മച്ചിന്റെ എളാപ്പാന്റെ മോളാണ് ഉമ്മ. ഞങ്ങൾ അങ്ങനെ കുടുംബങ്ങളാണ് കേട്ടോ. അതുപോലെ അമ്മായി എൻ്റെ ഉമ്മച്ചിക്ക് ഉമ്മാന്റെ സ്ഥാനത്തുള്ള ഒരാളും കൂടെയാണ് കേട്ടോ. നിങ്ങൾ അവിടെ അങ്ങനെ ഇരുന്നോളൂ, ഞങ്ങൾ പോവാട്ടില്ല അമ്മായ. ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ കേട്ടോ. ഇനി അടുത്ത പെരുന്നാൾ വിശേഷങ്ങളൊന്നും ഞാൻ വ്ലോഗ് എടുത്തിട്ടില്ല. നാളെയാണ് ഞങ്ങൾ എല്ലാവരും കൂടി പട്ടാമ്പി വീട്ടിൽ കൂടുന്നത്. ഇനി പുതിയ വിശേഷങ്ങളായിട്ട് വരെ. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.